അച്ഛൻ വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞ് യേശു കെ നാം സേ ചങ്കായി ഹോ ജാവോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചങ്കായി ആയി എന്ന് പറഞ്ഞാൽ സുഖമായി. ഇവനിത് മാത്രമേ പറയാനുള്ള എല്ലാവരോടും, യേശു കെ നാം സേ ചങ്കാ ഹോ ജാവോ. അങ്ങനെ ഇരിക്കുക അവൻ്റെ ക്ലാസ്സിലൊരു കൊച്ചിന് പനിയായി. അന്ന് പിറ്റേ ദിവസം പനി വന്നതോടുകൂടി ക്ലാസ് ടീച്ചർ ഓടി നടക്കുകയാണ്, ആംബുലൻസ് വിളിക്കാൻ, അത് വിളിക്കാനായിട്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. അവിടെ ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്ത് ഡോക്ടറെ വിളിക്കണം. അവ ഈ ഓട്ടം കണ്ടപ്പോൾ ഈ കൊച്ചു പറഞ്ഞ്, ടീച്ചറെ വെയിറ്റ് എ മിനിറ്റ്, ഇന്നലെ ഇതുപോലെ എനിക്ക് പനിയായിരുന്നു, ആ അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പറഞ്ഞ മന്ത്രം എനിക്കറിയാം, ഞാൻ അതൊന്ന് ചെയ്ത് നോക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. എന്താണ് അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പറഞ്ഞ പ്രാർത്ഥന എനിക്കറിയാം, ഞാനത് ഇവൻ്റെ മേലൊന്ന് പ്രാർത്ഥിക്കട്ടെ, യേശു ഇവനെ സുഖപ്പെടുത്തും. ടീച്ചറിനിപ്പോൾ എന്ത് നോക്കിയിട്ട് കാര്യം, ഇവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താല്ലേ നല്ലത്, അല്ലെങ്കിൽ ആംബുലൻസൊക്കെ വിളിക്കണ്ടേ. ഈ ഗണേശൻ അവൻ്റെ തലയിൽ കൈവച്ചിട്ട് യേശു കി നാം സേ ചങ്കാ ഹോ ജാओ 3 പ്രാവശ്യം പറഞ്ഞു എന്നാ പറയണേ. അപ്പോൾ ആ കൊച്ചിൻ്റെ പനി മാറി. പ്രൈസ് ദ ലോർഡ്. ഇനി അച്ഛൻ പറയാണ്, അച്ഛന്മാരുടെ ധ്യാനമാണ് കേട്ടോ, അച്ഛൻ പറയാണ്, നിങ്ങൾ ഈ വരദാനങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ഗണേശന്മാർ അത് ഉപയോഗിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എന്തോ ഒരു. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞത്, ഈ സ്നേഹത്തിന് മതിലുകളില്ല, നമ്മൾ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരസ്നേഹത്തിൻ്റെ മേഖലയാണ് ഈശോയുടെ ഏറ്റവും പ്രധാന ഒരു പ്രമാണം. ഈശോ എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഈ മേഖലയിൽ എന്താ നമ്മുടെ അവസ്ഥ, അതിനെക്കുറിച്ച് പറഞ്ഞ് കുമ്പസാരിക്കുക. അപ്പോൾ വലിയൊരു ലിസ്റ്റായോ ഇല്ലയോ? ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജഗ് അതെ മറ്റത് അല്ല, വളരെ എളുപ്പം മനസ്സിലാവണ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ഗ്ലാസ് നോക്ക്, ഈ ഗ്ലാസ്സിൽ ഇപ്പോൾ പകുതിയിലും ഇച്ചിരി കൂടുതൽ വെള്ളമുണ്ട്. ഇത് കൃപയാണെന്ന് വിചാരിക്കുക. ഈ ഗ്ലാസ് നിങ്ങൾ ഓരോരുത്തരുമാണ്. കുമ്പസാരം എന്നത് ഒരു കൂദാശയാണ്. എന്താണ് കൂദാശ എന്നാൽ? കൂദാശ എന്നാൽ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഒന്ന് പറഞ്ഞ എല്ലാവരും, അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അപ്പോൾ കൂദാശയിൽ അദൃശ്യമായ ദൈവകൃപ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ പാപത്തേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ കൃപയെ നോക്കുക. ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ പകുതി കൃപയുള്ളൂ, ബാക്കി ഭാഗം പാപമാണ്. എങ്ങനെയാണ് കൂദാശയിലൂടെ ഈ പാപം മാറുന്നത്? ഈ പാപം മാറുന്നത് കുമ്പസാരം ആരംഭിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? കൃപ ഒഴുകുന്നു. ഈ ഗ്ലാസ്സിൽ കൃപയില്ലാതിരുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ ആത്മാവിൽ കൃപ കുറഞ്ഞ അവസ്ഥയിലേക്ക് കൃപ ഒഴുകുമ്പോൾ കൃപ ഒഴുകുന്നു. കുമ്പസാരം ആരംഭിച്ചു, കൃപ ഒഴുകുന്നു. കൃപ ഒഴുകുമ്പോൾ പാപം പുറത്തു പോകുന്നു. കണ്ടോ? അതാണ് പാപം നമ്മൾ ഏറ്റുപറയുന്നത്. നമ്മൾ പാപം ഏറ്റുപറയുമ്പോൾ പാപം പുറത്തു പോകുന്നു എന്നതിനേക്കാൾ ഉപരി എന്ത് സംഭവിക്കുന്നു? കൃപ ഒഴുകുന്നു. കൃപ ഒഴുകുന്നു. കൃപ കൃപ കൃപ, ഫുൾ ഓഫ് ഗ്രേസ്. കൃപ നിറഞ്ഞിരിക്കുന്നു. കണ്ടോ? കുമ്പസാരം കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെട്ടല്ല കുമ്പസാരിക്കേണ്ടത്, മറിച്ച് കൃപയുടെ സിംഹാസനത്തിലേക്ക് കൃപ ധാരാളമായിട്ട് ഒഴുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ കൃപ കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും മാറിയ ഒരവസ്ഥ നമുക്ക് ലഭിക്കും. നമുക്കൊന്നുകൂടി സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല പാപങ്ങളും ഉന്മൂലനം ചെയ്ത
കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങളിൽ സമ്പൂർണ്ണമാകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നെ വിശുദ്ധീകരിക്കുന്നതിന് എൻ്റെ മനസാക്ഷിയിലും മനസ്സിലുമുള്ള എല്ലാ പാപമേഖലകളെയും എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ശാല ഹലബല 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം കുർബാനയും കുമ്പസാരവും തമ്മിലുള്ള ബന്ധം. കുർബാന എന്നത് യേശുവിൻ്റെ ആ ജീവിത ബലി മുഴുവനുമാണ്. ആ ജീവിത ബലിയിൽ യേശു നൽകിയ ഒരു പ്രത്യേക മറ്റൊരു കൂദാശയാണ് പാപം അഴിക്കാനും അല്ലെങ്കിൽ പാപം ക്ഷമിക്കാനുള്ള അധികാരം. അപ്പോൾ ഇവിടെ പൊതുവായിട്ടും നമ്മൾക്ക് മറ്റുള്ളവരുടെ പാപം ക്ഷമിക്കാം, കൗദാശികമായിട്ടല്ല, പൊതുവായിട്ട്. ഇതിനെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു തരത്തിലാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന നേരത്ത് ബെൽറ്റ് ഇട്ടില്ല, പോലീസ് പിടിച്ചു. അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ല, പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചാൽ ഫൈനായി. ഉടനെ ഫൈൻ അടിക്കും, അല്ലെങ്കിൽ കോടതി പോകണമെന്നൊക്കെ പറയും. പോലീസിന് ക്ഷമിക്കാൻ നിയമം ഇല്ല. ഇതുപോലെയായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ. ക്ഷമിക്കാൻ ഒരേ ഒരാൾക്കേ നിയമമുള്ളൂ. അതാർക്കാണ്? ദൈവപിതാവിന് മാത്രം. മറ്റുള്ളവരെന്തെങ്കിലും ചെയ്ത് കണ്ടാൽ അതാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പക്ഷേ കണ്ണിന് പകരം കണ്ണ് എടുക്കാവൂ. അങ്ങനെയൊക്കെയുള്ള നിയമമുണ്ട്. അതായത് പഴയ നിയമത്തിൽ ക്ഷമിക്കാനുള്ള നിയമം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈശോ മിശിഹാ വന്നിട്ട് പറയാണ്, അതങ്ങ് ക്ഷമിക്കുക. പിതാവ് ക്ഷമിച്ച പോലെ നിങ്ങളും ക്ഷമിക്കുക. ക്ഷമിക്കുക. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഒരു 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അല്ല, 70 പ്രാവശ്യം ക്ഷമിക്കുക. ഷോ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ നിയമം വരികയാണ് പോലീസുകാർക്ക്. ബെൽറ്റ് ഇല്ലാത്തതിനും പിടിക്കി, ഹെൽമെറ്റ് വയ്ക്കാത്തതിനൊക്കെ പിടിക്കി. അത് കഴിഞ്ഞിട്ട് അങ്ങ് ക്ഷമിക്കുക. പോലീസുകാർക്ക് എല്ലാവർക്കും ക്ഷമിക്കാനൊരു നിയമം വന്നാൽ നാട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കും? എന്ന മാതിരിയാണ് കർത്താവ് ഈശോ മിശിഹാ വന്നിട്ട് പറയാണ്, എല്ലാവരോടും ക്ഷമിക്കും. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ക്ഷമ കിട്ടുന്നതിന് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങളോട് ക്ഷമിക്കുന്ന പോലെ മറ്റുള്ളവരോടും നിങ്ങൾ ക്ഷമിക്കും. ഇപ്പം നമ്മൾക്കിപ്പോഴും ചിലപ്പോൾ തോന്നും, ഞാൻ ഈ പാവം എത്ര ആഴ്ച ഏറ്റു പറഞ്ഞിട്ടും ക്ഷമിച്ചെന്ന് തോന്നണില്ല. ഇങ്ങനെ ആർക്കെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ കുമ്പസാരത്തിന് ആവശ്യമായ ഒരു പ്രിപ്പറേഷൻ ഇതാ, മറ്റുള്ളവരോട് ക്ഷമിക്കുക. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അപ്പോൾ നമ്മൾക്ക് പറയും, അവനോട് ഞാൻ എത്ര പ്രാവശ്യം പറയട്ടെ, അവനെന്താ ചെയ്യാത്തത്, അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല. ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നതും ഒരവസ്ഥയാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ആദ്യം ക്ഷമയുടെ കാര്യമില്ല. ഇന്ന് പേഴ്സണൽ പ്രെയറിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ. 5ാമത്തെ പോയിൻ്റാണ് ക്ഷമ. സ്വർഗസ്ഥനായ പിതാവിൽ അന്നു വേണ്ട ആഹാരം എനിക്ക് തരണേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ ആത്മാവിൻ്റെ
ആഹാരം, എൻ്റെ ആത്മാവ് ദൈവസ്നേഹം കൊണ്ട് നിറയണേ. അത് കഴിയുമ്പോഴേ നമുക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണത്തിന് പ്രധാനമായ ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും പറ്റും, ക്ഷമിക്കാനും പറ്റും. അങ്ങനെ നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ പിതാവിൽ നിന്നുള്ള ക്ഷമ നമ്മളിൽ പെട്ടെന്ന് വരും. നമുക്ക് പൂർണ്ണമായിട്ട് ക്ഷമിച്ച ഒരനുഭവം ഉണ്ടാവും, ക്ഷമ കിട്ടിയ അനുഭവം ഉണ്ടാവും. നമ്മളെത്ര വലിയ പാപമാണ് ചെയ്തതെങ്കിലും അതെല്ലാം പിതാവ് ക്ഷമിച്ച അനുഭവം ഉണ്ടാവും. വീണ്ടും അതൊരിക്കലും വീണ്ടും കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നും. അപ്പോൾ ഈ ക്ഷമയുടെ മേഖലയിലാണ് ഈശോ ഒരു ഉദാഹരണം പറഞ്ഞത്. മത്തായി 18-ാം അധ്യായത്തിൽ ഒരു നീണ്ട കഥയാണത്. അവിടെ പറയാണ്, ഒരുവന് എത്ര ധനാറായിരുന്നു? അത് 10,000 താലന്ത്. സിസ്റ്റർ ഇതിനെക്കുറിച്ചൊരു ഗവേഷണമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്, തിയോളജിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 10,000 താലന്ത് ഒരുവന് കടമുണ്ടായിരുന്നു. 1 താലന്ത് എന്ന് പറഞ്ഞാൽ 10,000 ധനാറയാണ്. 1 ധനാറ ഒരു ദിവസത്തെ കൂലി 1 ധനാറയാണ്. സാധാരണ ആ കാലഘട്ടത്തിൽ 1 ദിവസത്തെ കൂലി 1 ധനാറയാണ്. അങ്ങനെ 10,000 ധനാറ കൂടിയതാണ് 1 താലന്ത്. ഒന്ന് കുറിച്ച് വെച്ച എവിടെയെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള 10,000 താലന്ത് ഇയാൾക്ക് കടമുണ്ടായിരുന്നു. അപ്പോൾ 10,000 ഗുണം 10,000 ധനാറ ഉണ്ടായാലേ ഇയാളുടെ കടം വീട്ടാൻ പറ്റുള്ളൂ. ഇത് ഇയാളുടെ ജീവിതകാലം മുഴുവനും ജോലി ചെയ്താലും പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഇത് ഫരിസേയരുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവനിലുള്ള പാപത്തിന് അവൻ വിചാരിച്ചാൽ ഒരിക്കലും അതിൻ്റെ കടം വീട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഫരിസേയർ എന്നിട്ട് അയാൾ പറയാണ് മറ്റേ അയാൾക്ക് 100 ധനാറ കടപ്പെട്ട്. ഇല്ല, അത് പിന്നെ അയാൾ പറയാണ് ഞാനിത് തന്ന് വീട്ടിക്കോളാം. അതാണ് അതിൻ്റെ അത്ര രസം. ഇത് 10,000 താലന്ത് കടമുള്ള ഇയാൾ വന്നിട്ട് പറയാണ് ഞാനത് തന്ന് വീട്ടിക്കോളാം. ഇതാണ് ഫരിസേയരുടെ അവസ്ഥ. അത് ഞാൻ നടത്തിക്കോളാം, അത് ഞാൻ നീതി ആക്കിക്കോളാം. അവൻ്റെ പാപത്തിൽ നിന്ന് അവൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും അവന് നീതി കിട്ടില്ല. 10,000 താലന്ത്, അതായത് 10,000 ധനാറയ്ക്ക് ഒരു താലന്തിന് 10,000 ധനാറ. ഇതൊരിക്കലും അവൻ്റെ ജീവിതകാലത്ത് വീട്ടാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ അവൻ പറയാണ് ഞാൻ തന്ന് വീട്ടിക്കോളാം. പക്ഷേ യജമാനൻ അവനോട് പറഞ്ഞു അത് മുഴുവനും ഞാൻ ഇളവ് ചെയ്തു തന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് കർത്താവിൻ്റെ ക്ഷമ. അത് മുഴുവനും ഞാൻ ഇളവ് ചെയ്തു തന്നിരിക്കുന്നു. വലിയ ഉപമയാണത്. അത് കഴിഞ്ഞിട്ട് അവൻ പുറത്തിറങ്ങിയപ്പോൾ 100 ധനാറ കടമുള്ള ഒരാൾ, ഇവന് കടമുള്ള ഒരാൾ, ഇവന് കൊടുക്കാനുള്ള ഒരാളെ കണ്ടപ്പോൾ, ഹേയ് നിൽക്കടാ അവിടെ, നീ എനിക്ക് 100 ധനാറ കടമില്ലേ, അത് വേഗം താ. അവൻ പറഞ്ഞു ഞാൻ തന്ന് വീട്ടിക്കോളാം. അത് പ്രാക്ടിക്കലി പോസിബിളാണ് എന്ന് പറഞ്ഞാൽ 100 ദിവസത്തെ പണിക്കാശാണ്. ഞാൻ സാവധാനം തന്ന് വീട്ടിക്കോളാം. ഇല്ല, ഇപ്പം തന്നെ നീ തായം. അവൻ്റെ കുരക്കിന് പിടിച്ചു. അവനോട് ഈ കരുണയോടെ പെരുമാറിയില്ല. ഇത് കണ്ട ഒരാൾ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത്, ഇങ്ങനെ അങ്ങേർക്ക് അങ്ങ് 10,000 താലന്ത് ഇളവ് ചെയ്ത് കൊടുത്തുവെങ്കിലും 100 ധനാറ ഇളവ് ചെയ്ത് കൊടുക്കുന്നില്ല. ഉടനെ യജമാനൻ അവനെ തിരിച്ചു വിളിച്ചിട്ട് പറയാണ് ഞാൻ നിന്നോട് ചെയ്തതനുസരിച്ച് നീ അവനോട് ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നിന്നെ ഞാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ എവിടെയാ ദൈവത്തിൻ്റെ കരുണ? ഇപ്പോൾ ദൈവം കരുണയാണ്. പക്ഷെ ആ കരുണയുടെ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ഈ 10,000 താലന്ത് ഇളവ് ചെയ്ത് കൊടുത്ത അവൻ
ആ കരുണ അവൻ്റെ ജീവിതത്തിൽ അനുഭവമാകണമെങ്കിൽ അവനും അതുപോലെ ചെയ്യണം. അത് ഗോൾഡൻ റൂളുമായിട്ട് കറക്റ്റായില്ലേ? എന്താ ഗോൾഡൻ റൂൾ പറഞ്ഞ്? മറ്റുള്ളവർ നിന്നോട് ചെയ്ത് തരണമെന്ന് നീ ആഗ്രഹിച്ചു കൊണ്ട് 10,000 താലന്ത് നീ അവന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ക്ഷമയുടെ മേഖലയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ദൈവസ്നേഹം ഒഴുക്കിക്കൊണ്ട് എല്ലാവരെയും ക്ഷമിക്കാനും എല്ലാവരോടും സ്നേഹിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് തരും. അതാണ് ആദ്യം. നമുക്കൊന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു ചില വൈരാഗ്യമോ അവർ വേദനിപ്പിച്ച അവസ്ഥയുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവേ ആ മേഖലയിലേക്ക് അവിടുത്തെ ക്ഷമിക്കുന്ന സ്നേഹം ഒഴുകണേ എന്ന് പ്രാർത്ഥിച്ചൊന്ന് സ്തുതിച്ച്, പരിശുദ്ധാത്മാവേ അവിടുത്തെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമേ. മറ്റുള്ളവരോട് ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള, എല്ലാവരെയും കരുണയോടെ കാണാനുള്ള, ആരുടെയും കുറ്റം കണ്ടുപിടിക്കാതെ അവരെല്ലാവരും ദൈവത്താൽ നയിക്കപ്പെടുന്നവരാണ്. ആരും ദൈവത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കേണ്ടതില്ല. ദൈവം അവരെല്ലാവരിലും വസിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നമ്മുടെ മനസ്സിൽ കാണുക ആരോടാണ് നമുക്ക് മനപ്രയാസമുള്ളത്, ആരെയാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തത്, ആരെയാണ് നമ്മൾ സ്നേഹിക്കാൻ പറ്റാത്തത്. അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ സ്നേഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ആ ദൈവസ്നേഹം ഒഴുക്കണമേ. ഞങ്ങളെ പരസ്പരം ക്ഷമിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശത്രുതയുടെ മതിലുകൾ തകർത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമേ. ദാമ്പത്യ ജീവിതത്തിലായാലും ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും സഹോദരി സഹോദരന്മാർ തമ്മിലായാലും ശുശ്രൂഷാ മേഖലയിലായാലും മറ്റുള്ളവർ നമ്മളെ വിരോധത്തോടെ വെറുപ്പോടെ വിദ്വേഷത്തോടെ എല്ലാം പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം ക്ഷമിക്കുക. പല പ്രാവശ്യം ഇതുണ്ടായിട്ടുണ്ടെങ്കിലും 70 പ്രാവശ്യം ക്ഷമിക്കുക. പരിശുദ്ധാത്മാവേ ഞങ്ങൾ ക്ഷമിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു. ദൈവമേ ഞങ്ങളിൽ നൽകിയിരിക്കുന്ന എല്ലാ വരദാനങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമാറ് അവരെല്ലാം ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇനി നിങ്ങൾ അല്പസമയം ഇവിടെ ശാന്തമായിട്ടിരിക്കുക. ഞാനൊരു ക്ലാസ് നിർത്തുകയാണ്. മൗനമായിട്ടിരുന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് പ്രാർത്ഥിക്കുക. 4 മണിയാകുമ്പോൾ നിങ്ങൾ ചായ കുടിക്കാൻ പോകാം. ചായ കുടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കുമ്പസാരം ആരംഭിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ചായ കുടിച്ചിട്ട് കുമ്പസാരത്തിലേക്ക് പോവുക. കുമ്പസാരിക്കാൻ ഇവിടെ അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയപ്പെടും. കുമ്പസാരിക്കുക. നിങ്ങൾ കുറേ സമയം കൂടി വ്യക്തിപരമായിട്ട് ഇതെല്ലാം എടുത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കുമ്പസാരം കഴിഞ്ഞിട്ടും പ്രാർത്ഥിക്കുക. അങ്ങനെ കുമ്പസാരം മുഴുവനും കഴിയുമ്പോൾ നമ്മൾ കുർബാനയിലേക്ക് പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്.